ഒരു ബാത്റൂമിലേക്കുള്ള സാനിറ്ററി ബാത്ത് ഫിറ്റിങ്ങുകൾ എല്ലാം 16,699 രൂപ എല്ലാം. ഹായ്, അപ്പോൾ ഇന്ന് ഞാനും ജിഷ്ണു, പ്രേമാട്ടൻ, ഓമനേച്ചി നമ്മളെല്ലാവരും കൂടി ജിഷ്ണുവിൻ്റെ വീടിൻ്റെ ടൈലെടുക്കാൻ വേണ്ടി പോകുന്നതാണ്. നമ്മൾ ഇന്നലെ പോയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു 1-2 സ്ഥലത്ത്. അപ്പോൾ നമ്മൾ ധർമ്മശാലക്ക് അവിടെ കുറച്ച് റേറ്റും കാര്യങ്ങളെല്ലാം കുറവ് ഉള്ളതുകൊണ്ട് നമ്മൾ അവിടത്തേക്ക് സെറ്റാക്കിയിട്ടുള്ളത്. നമ്മൾ അവിടത്തേക്ക് പോയിന്ന്. അപ്പോൾ അവിടുത്തെ ടൈൽസിൻ്റെയും കാര്യങ്ങളും എല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്കും കാണിച്ചു തരാം. ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നതാണെങ്കിൽ ഉപകാരപ്പെട്ടെ. അപ്പോൾ നമ്മളങ്ങനെ പറശ്ശിനിയെല്ലാം കഴിഞ്ഞ് ധർമ്മശാലക്ക് എത്താനായി. ഇതാട്ടാ ഗവൺമെൻറ് കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജായത്. ഇവിടെയൊന്നും പരിപാടികളുണ്ടാവില്ല കേട്ടോ. ധർമ്മശാല ഇനിയിപ്പുറം നിഫ്റ്റ്. ജിഷ്ണു ആണ് വണ്ടി എടുക്കുന്നേ. അപ്പൊ മിണ്ടാത്തതിന്റെ അല്ല, ജിഷ്ണു വണ്ടി എടുക്കുന്നതിന്റെ ഉള്ളു. ഞാൻ വീഡിയോ എടുക്കേണ്ട വേണ്ടി ജിഷ്ണുവിനെ അങ്ങനെ ഏൽപ്പിച്ചാണ്. ഇവനെ ആരും വണ്ടിയൊന്നും കൊടുത്തു പറയും, ഇവൻ അത്ര ഏലായിട്ടൊന്നുമില്ല. അപ്പോ അത്യാവശ്യമായിട്ട് കൊടുത്തത്. അപ്പൊ ആരെങ്കിലും ആർക്ക് വണ്ടി എടുക്കാനെല്ലാം അറിയാന്നെല്ലാം പറഞ്ഞിട്ട് വണ്ടി വെച്ചിട്ട് കൊടുക്കറ കേട്ടോ ഇവന്. അപ്പോ ഈടെ വെജിക്കോണ്ട് ഇടാ നമ്മള് സാധനം കൊടുക്കുന്നതാണ്. നമ്മളെ സാധനം ഇവിടെ ഈ ധർമ്മശാലക്ക് വെജിക്കോല് നമ്മൾ സാധനം വെക്കലുണ്ട്. മെല്ലപ്പോ നമ്മളങ്ങനെ ധർമ്മശാലക്ക് എത്തി. ഇതാണിപ്പോൾ ധർമ്മശാലയ്ക്ക് അവസ്ഥ കേട്ടോ. ഇപ്പം കുറേ ആയിട്ട് ഇങ്ങോട്ട് വരാത്തവർക്കെല്ലാം ഇത് നാഷണൽ ഹൈവേ വരുന്നതാണ്. ഈലുട്ടിയാന്ന് പോവുക, മേലയുട്ടിയാന്ന് പോവുക, ഇങ്ങനെ താഴോട്ട ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങ് പയ്യന്നൂരിൽ നിന്നെല്ലാം വരുമ്പം ഈ റോഡ് നമ്മൾ ടച്ച് ആവും. ധർമ്മശാലക്ക് നമ്മളിപ്പം വന്നത് പറശ്ശിനിക്കുന്നതാണ്. മയ്യിൽ പറശ്ശിനിക്കട വഴി വന്നിട്ട് ധർമ്മശാലക്ക് ടച്ചായി. ഇവിടെ കോഫി ഹൗസ്, ധർമ്മശാല കോഫി ഹൗസ്. ആരെങ്കിലും ഈ ഭാഗത്ത് വരുന്നുണ്ട് കോഫി ഹൗസ് എവിടെയാണെന്ന് അറിയുന്നുണ്ടെങ്കിൽ ധർമ്മശാല കഴിഞ്ഞപ്പാട് തന്നെയാണ് കേട്ടോ എൻ്റെ കോഫി ഹൗസ്. കാണാനും ഒരു വേറെ തന്നെ ഇതാണ്. പിന്നെ അത് മാത്രമല്ല നല്ല ഉള്ളിൽ കയറിയാൽ ഫുഡും കാര്യങ്ങളും എല്ലാം ആയിട്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് റൈറ്റ് എടുക്കുക. നമ്മളിപ്പോൾ പോകേണ്ട ടൈൽ ഷോപ്പിലേക്ക് എന്ന് പറയുന്നത് ഇവിടുന്ന് റൈറ്റ് എടുക്കുക. ഇത് നേരെ നമ്മൾ മാങ്ങാട്ടുറമ്പ് എഞ്ചിനീയറിംഗ് കോളേജ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്ന റോഡായത്. വെള്ളിക്കീല് പാർക്കെല്ലാം കേട്ടില്ലേ? വെള്ളിക്കീലേക്കെല്ലാം പോകാൻ നമുക്ക് അങ്ങനെ ഇറങ്ങിയായിരുന്നു. ഒരു വണ്ടി വന്നിട്ട് പെട്ടെന്ന് വീഡിയോ കട്ടായി പോയി. അപ്പോൾ ഇത് യൂണിവേഴ്സിറ്റി റോഡായത്. ധർമ്മശാലക്ക് നമ്മൾ അങ്ങനെ അവിടെ നിന്ന് തെറ്റിയിട്ട് നേരെ ഇങ്ങേക്ക് വരുവാ. പുതിയൊരു ഇങ്ങേ ഭാഗത്ത് വരുന്നതിനാണ് എല്ലോ സാധനം കേട്ടോ വെക്കാൻ വേണ്ടി വെച്ചിട്ട് നാടൻ അതെല്ലാം. പുതിയൊരു ഭാഗത്ത് നിന്ന് വരുന്നവർക്കാണെങ്കിൽ അങ്ങനെ നേരെ സ്ട്രെയിറ്റ് വന്നിട്ട് കല്യാശ്ശേരിയെല്ലാം കടന്ന് നേരെ വന്നിട്ട് ലെഫ്റ്റ് ഇങ്ങോട്ടേക്കുള്ള റോഡാണ് യൂണിവേഴ്സിറ്റി റോഡായത്. ഇത് വെള്ളിക്കീലേക്കെല്ലാം പോകുന്ന റോഡാണ്. ചെറുകുന്നിലേക്കെല്ലാം നമ്മൾ പോകില്ല, മാടായിക്കാവിലേക്കെല്ലാം നമുക്ക് ഇരുട്ട് പോയാലാണ് അടുത്ത് എത്തുക. അപ്പോൾ ഇതിൻ്റെ ഇപ്പുറം ചെറുനമ്പലം അങ്ങോട്ടേക്ക്. പിന്നെ നമ്മുടെ മാടായിക്കാവല്ലേ, മാടായിക്കാവിലേക്കെല്ലാം നമുക്ക് ഇരുട്ട് പോകുന്നതാണ് അടുത്ത്. ഇതിൻ്റെ അപ്പുറത്തെ തേച്ച് പറമ്പ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ നമ്മളെ പോലീസിൻ്റെ ഇല്ലേ എടാ, ഞാൻ പറയാൻ പറഞ്ഞു കേട്ടാ. ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡ് ലെഫ്റ്റ് സൈഡാണ് ഏട്ടൻ്റെ കെൽട്രോണ്. കെൽട്രോൺ ഏട്ടൻ്റെ അതിൻ്റെ നേരെ അപ്പുറം കാണിക്കാൻ പറഞ്ഞു. തിരിച്ചു വരുമ്പോൾ കാണിക്കാം. തിരിച്ചു വരുമ്പോൾ കാണിക്കാം. അപ്പോൾ കുറച്ചിങ്ങനെ മുന്നോട്ടേക്ക് വരുമ്പോൾ കുറച്ച് അല്ലേ ഒരു 1.5 കിലോമീറ്റർ വന്നു നമ്മൾ ഏകദേശം വരുമ്പോൾ ഇതാ ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്കുള്ള റോഡാണ് കേട്ടോ. റൈറ്റ് സൈഡിലേക്ക് വീഡിയോ എടുക്കരുതെന്നിട്ട് ഓമനേച്ചിയും പ്രേമാട്ടനും ഉണ്ടാവാണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ബാക്കിൽ. പൊടുങ്ങൾ വിടും. അപ്പോൾ അതാ ഇവന് എടുക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ വെറുതെ അല്ല, വണ്ടി ഓഫായി. അവിടെ ഫസ്റ്റ് വണ്ടി ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്താ ഇവിടെ തന്നെയാണ് കേട്ടോ. ഈ ലെഫ്റ്റ് സൈഡ് കാണുന്ന തന്നെ. ഇപ്പോൾ ധർമ്മശാലക്കേക്ക് തന്നെ നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. ഒരുപാട് സെലക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ടൈൽസ് എടുക്കാൻ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇന്ന് ഉറപ്പിക്കാൻ വേണ്ടി ജിഷ്ണുവിനെയും കൂട്ടിയിട്ട് വന്നിട്ടുള്ളത്. അതാ എടുത്തിട്ടുണ്ടായത്. അത് മാറ്റിയിട്ട് ജിഷ്ണുവിൻ്റെ ഇഷ്ടത്തിന് ഇതിലേക്ക്, ജിഷ്ണുവിൻ്റെ അല്ല പ്രേമാട്ടം വന്നിട്ട് പിന്നെ ഓരോ സാധനവും സെലക്ട് ആക്കുന്നുണ്ട്. അപ്പോൾ പ്രേമാട്ടം ഇതിലേക്ക് മാറി. അതിന് കുറച്ച് പൈസ ഉണ്ട്. പിന്നെ ജിഷ്ണുവിന് പൈസ പ്രശ്നമല്ലാത്തതുകൊണ്ട് അണ്ട് ഇത് എഴുതുന്നുണ്ട്. ഒരുപാട് സെലക്ഷൻ ഉണ്ട് അല്ലേ, നല്ല സെലക്ഷൻ ഉണ്ട്. പക്ഷേ നമുക്ക് നമ്മൾ 1-2 സ്ഥലത്ത് കയറി, വേറെ ഒരു സ്ഥലത്ത് കയറി. പക്ഷേങ്കിൽ എനിക്കൊരു നമ്മൾ സാധനം ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഒരാളോട് അവിടെ പോയിക്കോന്ന് പറയുമ്പോൾ അതിൻ്റേതായ ഗുണം ആൾക്കുണ്ടാകണം, പോകുന്നവർക്ക് ഉണ്ടാകണം. അപ്പോൾ നമ്മളിപ്പോൾ കുറേ സാധനം എടുത്തിട്ടുണ്ട് ഇവിടുന്ന്. അത്യാവശ്യം എല്ലാം നല്ല 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 കളക്ഷൻ ഉണ്ട്. പിന്നെ പൈസ കുറേ ഓഫർ, ഇപ്പോൾ എന്തോ ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഓഫറിൻ്റെ കുറച്ച് ടൈൽസും നമ്മൾ എടുത്തിട്ടുണ്ട്. ടൈൽസ് മേള
സിറ്റ് ഔട്ടിലേക്ക് ഇതാ എടുത്തത് കേട്ടോ, ബ്ലാക്ക്. ഇത് ഓമനേച്ചിക്ക് ഭയങ്കര ഇഷ്ടമായി, ഞാൻ അതിൻ്റെ അടുത്ത്. നല്ല ഇതെല്ലാം എനിക്ക് വീഡിയോയിൽ എത്രത്തോളം വൃത്തിക്ക് ഇത് കാണുന്നുണ്ടെന്ന് അറിയില്ല, ക്ലിയർ ഉണ്ടോയെന്ന് അറിയില്ല. പക്ഷേ എങ്കിൽ നല്ല രസമുണ്ടല്ലോ ജിഷ്ണു. ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. നല്ല ഞാൻ ഈ ലൈറ്റ് കളറിലേക്കാണ് പോവാ. വിഷ്ണു അതിന് ഫുൾ ഡാർക്ക്, ഫുള്ള് കുറേ ഗ്രേ കളറ് അയച്ച് അല്ല എടുത്ത് തന്നിന്. ഇതെല്ലാം രാജാവിൻ്റെ എല്ലാം വീട്ടിൽ ഇങ്ങനെയാണോ? നല്ല കൊട്ടാരത്തിൽ കയറുന്നതാണെങ്കിൽ ഉണ്ടാവും. കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇത് പിന്നെ എന്താ പറയുക, ഇവർ നല്ലൊരു ഫ്രണ്ട്. നമ്മളിപ്പോൾ ഏതെങ്കിലും ഷോപ്പിൽ പോയാൽ നമുക്കൊരു അവരോട് സംസാരിക്കുമ്പോൾ ഒരു ഇതുണ്ടാവില്ലേ, സെയിൽസുകാരോട്. ഇത് നമ്മളെ നല്ല അടുത്താളോട് പറയുന്നത്. എനക്ക് അധികം അതാണ്, ഈ ഷോപ്പിൽ പോയാൽ അവർ കൃത്യമായിട്ടെല്ലാം പറഞ്ഞു തരുമോ, അങ്ങനെ ഇങ്ങനെ ഒരു ഇപ്പോൾ ഓരോ പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ അങ്ങനത്തെ ഇട്ട് അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു ഇത് നല്ലൊരു ഇതാടാ ചായ അല്ലേ ഇത് വേണോ കിച്ചണിലേക്ക്. പിന്നെ ഈ കല്ലിൻ്റെ ടൈപ്പ് ഉണ്ട്. ഇതിപ്പോൾ അധിക സ്ഥലത്ത് പ്രേമട്ടെ ഇത് ഇങ്ങനത്തെ ഈ കല്ലിൻ്റെ ഇത് തറക്കം വെക്കുന്നില്ലേ, വാട്ടർമാൻ മറ്റേ ഇവരെ മുരളിയാൻ്റെ വെള്ളം മുരളിയാൻ്റെ സെറ. ഓഫർ ഉണ്ട് കേട്ടോ, ഓഫർ ടൈൽസ് കുറേ ഉണ്ട്. ഇങ്ങനത്തെ 37 സ്ക്വയർ ഫീറ്റിനാട്ടോ, 38 പിന്നെ 39 ടൈൽസ്. ഇതാണ് അനക്ക് ഇങ്ങനത്തെ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞല്ലേ ഇങ്ങനത്തെ ഓഫർ എന്തെങ്കിലും ഇങ്ങനെ ചെറിയ പൈസക്ക് എന്നുള്ള ഇങ്ങനെയെല്ലാം കണ്ടു കഴിഞ്ഞാൽ ആയിരിക്കും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ എനിക്കിങ്ങനെ ആൾക്കാരോട് പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പം ചില നേരം ലാസ്റ്റ് എനക്കെന്നെ പണി വരുന്നുണ്ട്. എന്താ വെച്ചാൽ നീ പറഞ്ഞിട്ട് നാളെ പോയി അങ്ങനെ പറയലുണ്ട്. നമ്മൾ നല്ലതെന്ന് വിചാരിച്ചിട്ട് അത് ചെയ്യുക, ലാസ്റ്റ് നമുക്ക് തന്നെ ലാസ്റ്റ് നമ്മളോട് ദേഷ്യം വരുവാ. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം കണ്ട ഓഫർ, സ്ക്വയർ ഫീറ്റിന് ഓഫർ, നല്ല അടിപൊളി സാധനമാണ്. ഇതെല്ലാം 54, 56, 60 അങ്ങനെയെല്ലാം റേറ്റ് വരുന്ന സാധനങ്ങളാണ് നമ്മൾ ഓരോ സ്ഥലത്ത് ചോദിക്കുമ്പോൾ കാണുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഒരു സ്ഥലത്ത് ഇത് ചോദിച്ചതിന് ശേഷമുള്ളതല്ലേ നമുക്ക് പറയാൻ പറ്റും. ഇത് 54, 56 പറഞ്ഞതാണ് നമ്മളൊരു സ്ഥലത്ത് ചോദിച്ചാൽ അതിന് ഇവിടെ 40 എത്രയോ പൈസക്ക് 45 റുപ്യക്കോ മറ്റോ ആണ് സ്ക്വയർ ഫീറ്റിനുള്ളത്. അപ്പോൾ എന്തായാലും 10 റുപ്യേൻ്റെ വ്യത്യാസം വന്നു ഒരു സ്ക്വയർ ഫീറ്റിൻ്റെ മേലെ തന്നെ. അങ്ങനെ കണ്ട 54, 142 റുപ്യേൻ്റെ നല്ല ഗ്രാനൈറ്റിൻ്റെ. പോയി നോക്ക്, ഗ്രാനൈറ്റാണ്. അത് നമ്മളിപ്പോ അച്ഛനും അമ്മയും പോയി നോക്കിയാലും ഇല്ലേ, മക്കളത് നോക്കാണ്ട് എന്തായാലും നിങ്ങൾ എടുക്കൂലല്ലോ. നോക്കാ ന്യൂ ഇയർ ക്രിസ്മസിൻ്റെ ഓഫറെല്ലാം നടന്നിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് നടന്നുകൊണ്ട് നിൽക്കുന്നത് ഇപ്പോൾ. ഇതുകൂടി തന്നെയല്ലേ? അതെ, വാട്ടർ ടാങ്ക് പരിപാടിയെല്ലാം ഉണ്ട്. ടൈൽസ് മേള, എക്സ്ക്ലൂസീവ് ഓഫർ ഓൺ ദിസ് ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ടൈൽസ് മേള. ഇത് കഴിഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നു. കുറേ ഓഫറും കാര്യങ്ങളെല്ലാം ഓൾറെഡി നടന്നുകൊടുക്കുന്നുണ്ട്. ഷോപ്പ് റെഫർ വിൻ മാസം തോറും 2 പേർക്ക് ടൈൽസ് ഇൻഡോറിയത്തിൽ പർച്ചേസ് ചെയ്യൂ. പർച്ചേസിലൂടെ ലഭിക്കുന്ന സമ്മാന കൂപ്പണിലൂടെ സാമ്പത്തികമായി വരുവായി സാർക്ക് നിന്ന് പോയ ഒരു കുടുംബത്തെ നിർദ്ദേശിക്കും. ഞാൻ പിടിച്ച് വലിച്ചിട്ടായിട്ടേക്കല്ല, ലട്ടയാണ് ഇത്, ഗ്ലോസിയാണ്. ഇത് മാറ്റാണ്, രണ്ടും മാറ്റല്ല, ഗ്ലോസിയും മാറ്റും എല്ലാം പഠിച്ചു അല്ലേ. മാറ്റാന്നല്ല ഒരേ ഇതെല്ലാം കുറച്ച് പഴയ മോഡൽ ടൈപ്പ് ഉണ്ട്. ഇതാ ഞാൻ പറഞ്ഞത് ജിഷ്ണു, കൊട്ടാരം മത്സ്യത്തിൽ താഴെ കൊട്ടാരത്തിലെല്ലാം കണ്ടില്ല ഇങ്ങനത്തെ എല്ലാം. ഇഷ്ടം കണ്ടിരുന്നു, പക്ഷെങ്കിൽ കൂടുതൽ പറയാൻ വേണ്ടിയിട്ട് കൊട്ടാരത്തിൽ വെക്കുന്നതല്ലേ. അപ്പോൾ ഇവർക്ക് യൂണിഫോം ഉണ്ട് കേട്ടോ, ഇവരെ യൂണിഫോമായത്. ചേച്ചിൻ്റെ പേരെന്താ? ഷീജ. വീട് സിറ്റ് ഔട്ടിൽ വെച്ചാൽ നല്ല കൊട്ടാരത്തിൽ കയറുന്നാണെങ്കിൽ ഉണ്ടാവും. എല്ലാം ഉണ്ട്, എല്ലാ ടൈപ്പ് സാധനവും ഉണ്ട്. ഇതുണ്ട് നമ്മളെ വാഷ് ബേസ് എല്ലാം എടുത്ത് വേണമെങ്കിൽ ഇപ്പം തന്നെ നോക്കിക്കോ. വാഷ് ബേസ് എടുക്കണം. എടാ ഓക്കെ, ഒരാളോക്കെ
ഗ്ലാമർ ചങ്ങ ചെയ്താ കണ്ണാടി വെക്കുന്നത് ഇല്ല, അത് പോയി, ആ ഗ്ലാമർ പോയി. ഒരു ബാത്റൂമിലേക്കുള്ള സാനിറ്ററി ബാത്ത് ഫിറ്റിങ്ങുകൾ എല്ലാം 16,699 രൂപ എല്ലാം. ഞാൻ ഇവിടുത്തെ ഇത് കണ്ടിട്ട് ഇവരോട് ചോദിച്ചത് എങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇത്. അപ്പോൾ ഞാൻ 18,000 ഇപ്പം എല്ലാ സാധനവും കൂടിയാണ് 18,810 രൂപക്കാണ് നമ്മൾ ഇതിന്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഓഫർ സെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വാഷ് ബേസിൻ, ക്ലോസറ്റ്, അതിന്റെ മിറർ, ടവൽ റോഡ്, പിന്നെ ഷവർ എല്ലാം കൂടി ആംഗിൾ കോക്ക്, സോപ്പ് ഡിഷ് അടക്കം 9,490 രൂപ സ്പെഷ്യൽ 9,500 കോമ്പോ സെറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. 9,499. ഓ, ഈ ഷവർ, ഇതിൻ്റെ ഇത് ഹാൻഡില്, സോപ്പിൻ്റെ ഇത്, വാഷ് ബേസിൻ, ക്ലോസറ്റ്, അതിൻ്റെ ഇത് കാര്യങ്ങളല്ലോ അല്ലേ. അതൊരു നല്ലൊരു നല്ല കോംബോ. അതിൽ തന്നെ നമുക്ക് ബ്രാൻഡിൽ വേണ്ടിയിട്ട് നമുക്കത് ജോൺസൺ, സൊമാനി, സെറ 23,343 വരുന്നത് കോംബോ ആയിട്ട് 13,999. ആ, ഓക്കെ ഓക്കെ ഓക്കെ. ഇത് ജിഷ്ണു വെച്ച് ടൈൽസും കൂടിയാണ്, അതിൻ്റെ ടൈൽസും കൂടിയാണെന്ന് ചോദിച്ചു. ഈ ടൈൽസ് നീ വെച്ചേ? ടൈൽസിന് വേറെ റേറ്റ്. അല്ല, അവള് സംശയം എല്ലാം ചോദിക്കണതാ. നമുക്കിപ്പോ ഇതിപ്പോ ഈ വീഡിയോ ചിലപ്പോ എത്ര കാണുമെന്ന് അറിയില്ല. കണ്ടാക്കി ഇപ്പൊ ആർക്കെങ്കിലും വേണ്ട ആവശ്യക്കാരുണ്ടെങ്കിൽ നമുക്ക് അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുത്താലേ അവർക്ക് വന്നിട്ട് നോക്കാലോ. ഇത് എനക്ക് തോന്നുന്നത് പിന്നെ പേരെന്തെങ്കിലും പറഞ്ഞേ? പ്രഭാരട്ടൻ. അപ്പോൾ ഇവർ നമ്മളെ കൂടെ തന്നെ ഉണ്ട് വന്നേരെ. സെയിൽസ് സ്റ്റാഫ് അല്ല, നിങ്ങളിവിടുത്തെ മാനേജറാണ്. അപ്പോൾ ഓരോടാണ് ഞാൻ എല്ലാ കാര്യവും ഓരോന്നോരോന്ന് ചോദിച്ചു കൊടുക്കുന്നത്. നമുക്ക് ഈ ഇപ്പോൾ നമ്മളിപ്പോൾ ആദ്യമായിട്ട് രാഷ്ട്രീയം വെച്ച് വീട് എടുക്കുമ്പോൾ നമ്മൾ ഓരോ സാധനം എടുക്കുമ്പോൾ കുറേ പ്രാവശ്യം ആലോചിക്കുമല്ലോ എന്തായാലും. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ 1-2 സ്ഥലത്ത് കയറി അതിനകത്ത് എനിക്ക് തോന്നുന്നത് കുറച്ച് റേറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾക്കാണെങ്കിൽ ഇപ്പോൾ ടാങ്കിൻ്റെ ക്ലോസറ്റ് വരുന്നത് നമുക്ക് 12,000 ഒരു കോമ്പോസിറ്റ് ടാങ്ക്. അതിൻ്റെ ക്ലോസറ്റ് സെറേൻ്റെ അല്ലേ സ്വിച്ച് മൊത്തം 12,000 രൂപ ഒരു കോമ്പോ. 12,000 രൂപ. ഇതിൽ നമുക്ക് വീഗാൻ്റെ ജർമ്മൻ പാർട്സ് ഇതിൻ്റെ കമ്പനി. ജർമ്മൻ പാർട്സ് വീഗാൻ്റെ വരുന്നത് ക്ലോസറ്റ്, ടാങ്ക്, സ്വിച്ച്, ഹെൽത്ത് പോസ്റ്റ്, ആംഗിൾ കോക്ക് അടക്കം വരുന്നത് 10,999. ഇതിന്റെ ഏറ്റവും നമ്മളിപ്പം ചില ഓഫറിൽ കാണുന്നത് ചില സ്ഥലത്ത് ഈ നോട്ടീസിലും കാണാൻ ചെറിയ പൈസക്ക് ഈ ക്ലോസറ്റിന്റെ ഇതില്ലേ, അത് മാത്രമാണെങ്കിൽ നമ്മളിപ്പം കൊടുക്കുന്നത് 4,900. അത് പിന്നെ ക്യൂബിന്റെ അല്ലേ 10 വർഷം ഗ്യാരണ്ടി ഇല്ല അല്ലേ. സർവീസ് ഗ്യാരണ്ടി കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ ഇതെല്ലാം നോക്കുമ്പോൾ നമ്മളിപ്പോൾ ഇത് എവിടെ പോയാലും നമുക്കൊരു ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. കുറേ സ്ഥലത്ത് നമ്മൾ കൊട്ടേഷൻ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മളിപ്പം 1-2 സ്ഥലത്ത് കയറിയതിൻ്റെ അത് എനിക്ക് റേറ്റും കുറവാണ്, നമുക്ക് ഒരുപാട് സെലക്ഷനും റേറ്റ് ഉള്ളതും ഉണ്ട്. ഉണ്ട്, റേറ്റ് കുറഞ്ഞതും ഉണ്ട്. നമ്മളിപ്പം നമ്മളെല്ലാം പ്രതിനിധീകരിക്കുന്നത് ഒരു മിഡിൽ ക്ലാസ് ആണ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു വീട്ടിലെങ്ങനെയെങ്കിലും കയറി കൂടുക എന്നുള്ള ഉദ്ദേശമായിരിക്കും ഉണ്ടാവുക. കൂട്ടത്തിൽ നമുക്ക് ചെറിയ രീതിയിൽ എല്ലാം വേണം താനും, എന്നാൽ വലിയ പൈസ ആകാനും പാടില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇടത്തേക്ക് വന്നതെന്ന് ഞാൻ പറയൂ. ഈ സെറ്റ് അല്ലേ, ഞാനിതൊന്നും കട്ട് ചെയ്ത് ഇത് അങ്ങനെ ഇടും എന്താ വെച്ചല്ലേ. ഇതെല്ലാം ആൾക്കാർക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. 8,200 വരുന്നത് നമ്മളിപ്പം കൊടുക്കുന്ന 5,900 ഈ സെറ്റ് മൊത്തം അല്ലേ. 5,900. ഓക്കെ. ഇത് എത്ര വരെ ഉണ്ടാവും ഓഫർ? നമുക്ക് ലിമിറ്റഡ് പീരീഡ് ഇല്ല, ഓഫർ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ട് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഞാൻ എന്തായാലും ഷോപ്പിൻ്റെ നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഈ വീഡിയോൻ്റെ അകത്ത് കൊടുക്കും. അപ്പോൾ എന്തെങ്കിലും ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തിട്ട് ചോദിച്ചു നോക്കും. അതുപോലെ തന്നെ ഇവരെ വിളിച്ചിട്ട് ചോദിക്കും, അയ്യോ നമ്മളിപ്പോൾ ഇത് കണ്ടിട്ട് ചിലപ്പോൾ കുറേ കഴിഞ്ഞിട്ടായിരിക്കും വീഡിയോ കാണുന്നുണ്ടാവുക. അപ്പോൾ അന്നേരം ഈ ഓഫർ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ കാണുന്നവർ ആര് വിളിച്ചു കഴിഞ്ഞാലും ഈ ഓഫർ കൊടുക്കണേ, മാക്സിമം ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് മാക്സിമം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ആ രീതിയിൽ അല്ല, നമുക്കായതുകൊണ്ടെന്ന് മാത്രമല്ല എല്ലാവർക്കും ആ രീതിയിൽ ചെയ്ത് കൊടുക്കലുണ്ടാവും. അപ്പോൾ നമുക്കും ആ രീതിയിൽ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അനിയൻ ജിഷ്ണുവിനെല്ലാം കണ്ടാൽ ചെയ്തു തരാൻ എടുക്കാൻ പറ്റില്ല അല്ലേ, അത്രയും ദാരിദ്ര്യം തോന്നുന്നു. അപ്പോൾ ഇങ്ങനത്തെയെല്ലാം നമ്മൾ ഓരോ റീലും കാര്യങ്ങളെല്ലാം കാണുമ്പോൾ വീഡിയോൻ്റെ ഈ നമ്മളിപ്പം എന്ന് വെച്ചാൽ ഈ എല്ലാം ഇൻസ്റ്റാഗ്രാമിലെല്ലാം നമ്മൾ ഇതിൻ്റെ എല്ലാം പണിയെടുക്കുന്നതെല്ലാം കിട്ടുമല്ലോ. അപ്പോൾ നമ്മൾ ഓരോത് കാണുമ്പോൾ ഈ വീഡിയോ എടുക്കുന്നവരെല്ലാം അത് നോട്ട് ചെയ്തിടും, സേവ് ചെയ്തിട്ടിട്ട് അങ്ങനത്തെ മോഡൽ ഏടിയാ ഉള്ളതെന്നെല്ലാം നോക്കും. അപ്പോൾ ഇങ്ങനത്തെ എല്ലാം നമ്മൾ ഓരോ സ്ഥലത്ത് നോക്കി വെക്കുന്നതാണ്. ഇങ്ങനെ റേറ്റും കാര്യങ്ങളെല്ലാം അറിയുമ്പോൾ. പ്രഭാരൻ്റെ വീട് തളിപ്പറമ്പ് അല്ലേ. ഇത് മറ്റേ ലൈറ്റ് കത്തുന്നല്ലേ എവിടെയാ?
നോക്കി വെച്ചോ, ഇതെല്ലാം വേണ്ടിയാന്ന്. ഇത് എവിടത്തേക്ക് പോകുന്ന റോഡാണെന്ന് എനിക്ക് വലിയ ഐഡിയ. ഇത് എവിടത്തേക്ക് പോകുന്ന റോഡാട്ടാ? ഈ റോഡ് നേരെ ബക്കളത്തേക്ക് അല്ലേ? ആ ഓക്കെ, ബക്കളത്തേക്ക് പോകുന്ന റോഡായത്. അത് അങ്ങനെ നേരെ 5-ാം പീടിക കിച്ചേരി അങ്ങേക്ക് പോകുന്ന റോഡ്. അപ്പോൾ അതിൻ്റെ കീരിപ്പാട് തന്നെയാണ് കേട്ടോ ഇവിടെ. ഇങ്ങനെ കയറുമ്പം തന്നെ ഇവരെ പോലെയുള്ള ചിരിച്ചുകൊണ്ട് ഇവരെ പോലെയുള്ള കുറേ ആൾക്കാരുണ്ട് നമ്മളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. ഓമേച്ചി പൈസേൻ്റെ കാര്യമെല്ലാം ചിന്തിച്ചിട്ട് ടെൻഷനായി തോന്നുന്നു. അല്ല അങ്ങനല്ല, നമ്മൾ ഇതെല്ലാം എന്ന് വെച്ചാൽ നമ്മൾ ഇടക്കിടക്ക് മാറ്റുന്നതല്ല. ഇതിൻ്റെ എന്തായാലും എടുക്കൂലോ. അതെ, നല്ല സ്വപ്ന ഭവനല്ലേ നമ്മളിപ്പോൾ ഒരു വീട് എടുക്കുകയെന്ന് പറയുമ്പോൾ അതിൻ്റെ അതിനിപ്പോൾ അതിൻ്റെതായ രീതിയിൽ കുറേ പ്രാവശ്യം നോക്കുക. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോയാൽ നമുക്ക് തോന്നും അടുത്തതാണ് ഏറ്റവും നല്ലത്, അടുത്ത സ്ഥലത്ത് പോയാൽ തോന്നും അടുത്താണ് നല്ലത്. ഇതും കിട്ടൂല. പക്ഷേ ഇവിടുന്ന് എനിക്കൊന്ന് ഒരുപാട് അത്യാവശ്യം നല്ല സെലക്ഷനും കാര്യങ്ങളെല്ലാം ഉണ്ട്, പൈസയും കുറച്ച് ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് പൈസേൻ്റെ കാര്യമെല്ലാം ഒന്നും കൂടി ചോദിച്ചോ. അപ്പോൾ ബില്ലിങ്ങും കാര്യങ്ങളെല്ലാം ആക്കി. ഇത് ഓണർ തന്നെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഹായ് നമസ്കാരം. പേര് ജിജേഷ്. വീട് ചേട്ടാ? എൻ്റെ വീട് അടുത്തുണ്ട്, ഒരു 6 കിലോമീറ്റർ അപ്പുറമാണ്. പട്ടോം പഞ്ചായത്ത് എന്ന് പറയും, മുള്ളൂരിലാണ് സ്ഥലത്തിന്റെ പേര്. ഓക്കെ. അപ്പോൾ നമ്മളൊരു ചങ്ങായി പറഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നേ. നമ്മൾ 1-2 സ്ഥലത്ത് കയറി കൊട്ടേഷൻ എടുക്കുകയും ചെയ്ത്, മിഞ്ഞാന്ന് വന്നിട്ട് സാധനം നോക്കിയിട്ട് പോവുകയും ചെയ്ത്. അപ്പൊ ഇവിടെ വന്നിട്ടുള്ള ഫീൽ എന്തുണ്ട്? അടിപൊളി. കാരണം നമ്മള് കസ്റ്റമറോട് നമ്മൾ ഓഫറിനെ കുറിച്ച് പറയാറുണ്ട്, പല കസ്റ്റമർ അറിഞ്ഞു വരാറുണ്ട്. ആ ഓഫർ അവർക്ക് വന്നിട്ട് നേരിട്ട് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. എല്ലാ കസ്റ്റമറും ഒരു പർച്ചേസ് ചെയ്ത് പോയതിനു ശേഷം വീണ്ടും അവരെ ത്രൂ ഒരു കസ്റ്റമർ നമുക്ക് കിട്ടുന്നുണ്ടല്ലേ. നിങ്ങൾ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം നിങ്ങൾ വന്നിട്ട് നമ്മൾ ഈ മൊത്തം പ്രൊഡക്റ്റ് കണ്ടിട്ട് നിങ്ങളെന്നെ ഒരു വീഡിയോ എടുക്കാൻ തയ്യാറായിരുന്നല്ലോ. കാരണം നമ്മൾ പലപ്പോഴും ഒരു ബ്ലോഗിങ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് ഉണ്ടായിരുന്നു. നമുക്ക് സന്തോഷം എന്താ പറയാ, നമുക്കിപ്പം ചെയ്യാൻ പറ്റും. ഞാൻ എപ്പം പറയുന്നത് ഈ ചാനൽ തുടങ്ങിയതിന്റെ ഉദ്ദേശം തന്നെ നമ്മളിപ്പോ ഇതൊരു മീഡിയ ആണ്. ഇതിന്റെ അപ്പുറത്തെ സൈഡ് നിൽക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരപ്പെടുന്നതാണെങ്കിൽ ഞാനിപ്പോ കാണുന്ന കണ്ണിൽ എന്തെങ്കിലും ഓഫർ റേറ്റോ എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടാൽ ഞാൻ അത് വീഡിയോ എടുക്കും. അപ്പൊ വെച്ചാൽ ഇത് വീഡിയോ കാണുന്നവർക്ക് ഇനിയിപ്പോ ഒരു വീഡിയോ പണി എടുക്കുന്നവർ കാണുന്നുണ്ടാവും, എത്തിക്കുക. അപ്പൊ ഞാനത് നല്ലത് മാത്രമേ ചെയ്യുള്ളൂ. എന്തെങ്കിലും തട്ടിപ്പാണെങ്കിൽ ഞാൻ അതുപോലെ പറയും. അല്ല അനുഭവിക്കണം. നമ്മളൊരു പരസ്യം മാത്രം പറഞ്ഞിട്ട് പോകുന്നില്ല. ഇല്ലാതെ നിങ്ങൾ നിങ്ങളുടെ വീഡിയോ കൊടുക്കുമ്പോൾ നിങ്ങൾ വിശ്വസിച്ച് വരുന്ന കസ്റ്റമർക്ക് അതിന്റെ റിസൾട്ട് ഉണ്ടാണ്. അപ്പൊ എനിക്ക് ഒന്നുകൂടി പറയാനുള്ള വെച്ചാൽ നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് വരുന്ന ആരെങ്കിലും സ്പെഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ടും കൂടി അവർക്ക് ഒരിക്കലും ഒരു ജീവിതം നഷ്ടം അവർക്ക് ഉണ്ടാവില്ല. 100% അവർ ധൈര്യമായിട്ട് പറയാൻ വേണ്ടി പറഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കും. അപ്പൊ ഞാൻ ഇതിനകത്ത് നിങ്ങളെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഞാനിങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പറയാൻ വേണ്ടിയിട്ട് കാരണം എന്ന് വെച്ചാൽ ഞാൻ വേറെ 1-2 സ്ഥലത്ത് കയറി. അപ്പോൾ റേറ്റിൻ്റെ ആയാലും സെലക്ഷൻ്റെ ആയാലും ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാനിനി ഒരു സാധനം എടുക്കാൻ വേണ്ടി വരുന്ന ഇടത്തേക്ക് വരും എന്തായാലും തീർച്ചയായും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീഡിയോ കാണുന്നവരും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ധർമ്മശാല ഞാൻ ഈ റൂട്ടും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ടിങ് മുതലേ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ മിനിഞ്ഞാന്ന് വന്നിട്ട് റേറ്റും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് പോയി. ഇന്ന് നമ്മൾ ഫൈനലാക്കാൻ വേണ്ടിയിട്ട് വന്നത്, അന്ന് നിങ്ങളെയൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും സെലക്ഷൻ ആയാലും റേറ്റിൻ്റെ എല്ലാം നല്ല രീതിയിൽ ചെയ്തു തന്നിട്ടുണ്ട് നമുക്ക്. അതേപോലെ നമ്മളെ വീഡിയോ കണ്ടു വരുന്നവർക്ക് ഒന്ന് ചെയ്തു കൊടുക്കുക. നല്ല കച്ചവടം ഉണ്ടായിട്ട് പറയാം. നമ്മൾ അത് മാത്രമല്ല, നമ്മുടെ വീഡിയോയിൽ തന്നെ വേറെ നിങ്ങൾ പറയേണ്ടത് വെച്ചാൽ നമ്മുടെ പർച്ചേസ് ചെയ്ത് പോയ കസ്റ്റമർക്ക് വേറൊരു ഓഫർ നമ്മൾ കൊടുക്കുന്നുണ്ട്. അവരെ നാട്ടില് ചിലപ്പോൾ ഒരു വീട് പണിയെടുത്തിട്ട് പൂർത്തിയാക്കാൻ പറ്റാത്ത കഷ്ടപ്പെട്ട് കിടപ്പ് രോഗികളായ നറുക്കെടുപ്പിലെ കൂടി അവർക്ക് നമ്മൾ 700 സ്ക്വയർ ഫീറ്റ് ടൈല് ഫ്രീ ആയിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഫ്രണ്ടിൽ വെച്ചല്ലേ? ഞാൻ ആ സാധനം എടുത്തു, ഞാൻ എന്താന്ന് ചോദിക്കാൻ വേണ്ടിയില്ലേ. പിന്നെ അതേപോലെ നിങ്ങൾ ആ ബാത്റൂമിന്റെ സെറ്റിന്റെ ഓഫറല്ലേ, അതെല്ലാം അത്യാവശ്യം എവിടെയെല്ലാം ഓഫർ ഇപ്പം ഇട്ടിട്ട് കാണുന്നുണ്ട് പല ഓഫറും. അപ്പോൾ അതെല്ലാം ക്വാളിറ്റി ഉള്ളതാണെന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ. 10 ഇയർ വാറന്റിയോട് കൂടി കൊടുക്കുന്നുണ്ട്, 10 വർഷം ഗ്യാരണ്ടി കൊടുക്കുന്നു. അപ്പോൾ എന്തായാലും സന്തോഷം. വളരെ സന്തോഷം. ഞാൻ ഇതിനകത്ത് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. കോൺടാക്ട് ചെയ്യായിരിക്കും ആരെങ്കിലും എന്ന് വിചാരിക്കും. അതൊക്കെ അറിയില്ല, ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും വരുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ വന്നു കഴിഞ്ഞാൽ കാരണം നിങ്ങൾ പറഞ്ഞ ഒരാൾ വരാതിരിക്കില്ല, വീണ്ടും ആൾക്കാർ വരും. അങ്ങനെ വരട്ടെ 2 കൂട്ടർക്കും. നിങ്ങൾക്ക് വന്ന കാര്യം ഉണ്ടാവട്ടെ, അതുപോലെ തന്നെ വരുന്നവർക്കും കാര്യം ഉണ്ടാവട്ടെ. അപ്പോൾ എല്ലാം മാക്സിമം എല്ലാം ചെയ്തില്ലേ നമ്മളത്? മാക്സിമം ഡിസ്കൗണ്ട് നിങ്ങൾക്ക് നോക്കാം, ഇവിടെ വേണ്ടി അന്വേഷിച്ച് വീണ്ടും നോക്കാം. അല്ല, ഇവിടെ നോക്കിയോണ്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ ഓക്കെ, സന്തോഷം, കണ്ടത് സന്തോഷം, ഒരുപാട് സന്തോഷം. ഓക്കെ. അപ്പോൾ ഗിഫ്റ്റ് വന്നല്ലോ കിട്ടിയിട്ടുണ്ടല്ലോ അവനേച്ചി, ടൈൽസിൻ്റെ എല്ലാവർക്കും ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടൈൽസ് ഇൻഡോറിയം പറയാ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞേച്ചാ. പോലീസിൻ്റെ ഒരു വണ്ടി കൊണ്ട് കേട്ടോ, നിതീഷ് അങ്ങനത്തെ ഇതാണ് QRT. അപ്പോൾ നമ്മൾ
പറഞ്ഞില്ല വിഷ്ണു കെൽട്രോണിലെ ഏട്ടന് ഇവിടെ ഇപ്പുറം കെൽട്രോണിലാണ് അവന് ചീടിയാന്ന് ഏട്ടൻ വർക്ക് ചെയ്യുന്നുട്ടാ ഇനി ഇപ്പുറം കെൽട്രോണില്. ആ ഇനിയിപ്പുറം പോലീസിന്റെ ഈ സ്ഥലവും പോലീസിന്റെ അവരെ ഇതും ഇനിയിപ്പുറം കെൽട്രോണിന്റെ റോഡ് പണി നല്ല തകൃതിയായി നടന്നുകൊടുക്കുന്നുണ്ട്. മൊത്തം പൊടിയും എല്ലാം. പിന്നെ കണ്ണൂരിന്ന് പുതിയൂരിന്ന് നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു വരേണ്ട എന്തോ മാറ്റം വരുത്തിയിട്ടുണ്ട്. വീഡിയോ കണ്ടാ ആദ്യം ഓഫായി. ഇതണ്ട ഇത് ഇത്രയും ഹൈറ്റിലാണ് കേട്ടോ അതിന്റെ മേലോട്ട്. ഇനിയിപ്പോ ചെറിയ പരിപാടിയല്ലേ താഴോട്ടി ഉണ്ട്, ഈ റോഡിലോട്ട് ഉണ്ടാവും. ബാക്കിയെല്ലാം മേലോട്ടി ആയിരിക്കും. നാഷണൽ ഹൈവേ സെറ്റായാല് സെറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റ് ആയത് തന്നെയാണ്. പിന്നെ നമുക്ക് ബ്ലോക്കും തിരക്കൊന്നും ഇല്ലാണ്ട് വേഗം ചടപടയെന്ന് പറഞ്ഞിട്ട് അങ്ങാട്ടാ പയ്യന്നൂർ ഭാഗത്തേക്ക് വരുന്നത്. ചടപടയെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓരോ സ്ഥലത്തും എത്താം. അപ്പോൾ ജിഷ്ണു അഭിനയിച്ചെല്ലാം ഞങ്ങളുടെ വീട്ടിലിറങ്ങി, പ്രേമാട്ടം മുട്ടൊക്കെ ഇറങ്ങി. ഇതൊരു പ്രൊമോഷൻ വീഡിയോ കാര്യങ്ങളോ ഒന്നുമല്ല, അങ്ങനെയൊന്നും ആയിരിക്കും തോന്നറ്. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ എന്നെ പ്രൊമോഷൻ വീഡിയോ ആയിട്ട് കുറേ ആൾക്കാർ വിളിക്കലുണ്ട്, ചെറിയ അതും ഇതെല്ലാം. അപ്പോൾ വലിയ പൈസേൻ്റെ അങ്ങനെയല്ല, പൈസേൻ്റെ വലിയ പ്രൊമോഷനല്ല, ചെറിയ ചെറിയ രീതിയിൽ ആൾക്കാർ എന്നെ വിളിക്കലുണ്ട്. അപ്പോൾ നമ്മളൊരു പ്രൊമോഷൻ വീഡിയോ ചെയ്യാന്ന് പറയുമ്പം അത് എന്തിൻ്റെയും ആയിക്കോട്ടെ, നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ അത് ഒരാളെങ്കിൽ ഒരാൾ അല്ലെങ്കിൽ ഒരു 10 ആളെങ്കിൽ 10 ആൾ കാണുന്നവർക്ക് ഉപകാരപ്പെടുന്നതായിരിക്കണം. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാണ്ട് എനിക്കൊരു പൈസ തന്നതിനെ കൊണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കുക, അവരെ ഒന്നിച്ച് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഓഫർ ഉണ്ട്, അവിടെ എങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ ചെയ്ത് തരും, ഇവിടെ ഇങ്ങനെ സൗകര്യം അങ്ങനെ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. അപ്പോൾ നല്ല ഇതാണെങ്കിൽ അത് പ്രൊമോഷൻ ഒരു പൈസ കാരണമൊന്നുമില്ല, ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോ ചെയ്യും. ഇതുപോലെ ഇതെനക്കൊരു ആത്മാർത്ഥമായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇതിൻ്റെ അത് ചെയ്തിട്ടുള്ളത് ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നതാണെങ്കിൽ ഉപകാരപ്പെടട്ടെ. നിങ്ങളെ പോയിട്ടാകുമ്പം പ്രഭാകരേട്ടൻ അവരുടെ പേര് ഞാൻ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ ഇത് വീഡിയോൻ്റെ അകത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞതിനെ കൊണ്ട് നിങ്ങൾ അവിടെ നിന്ന് എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ എല്ലാ സ്ഥലത്തെയും കൊട്ടേഷനും കാര്യങ്ങളും എടുക്കുക, എന്നിട്ട് അവിടെ പോയിട്ട് ഒന്ന് ചോദിച്ചു നോക്കിയാൽ മതി. അപ്പോൾ ഉപകാരപ്പെടുന്നതന്നെ എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിലെടുക്കുന്നത് പോലെയാണ് ഞാൻ അവിടെ പോയിട്ട് കണ്ടിട്ട് ചെയ്തിട്ടുള്ളത്. ഓമനേച്ചി എന്ന് പറയുന്നത് എൻ്റെ അത്രയും എന്നെ ചെറുപ്പത്തിലെല്ലാം നമുക്ക് അത്രയും ഏച്ചി ആ ഒരു ബന്ധമാണ്. ജിഷ്ണു ആയിക്കോട്ടെ വിഷ്ണു ആയിക്കോട്ടെ എല്ലാം നമ്മളെ എല്ലാവരും അതേട്ടാ എൻ്റെ കൂടെയുള്ള ചങ്ങായിമാർ എന്നല്ല, ഞാൻ എല്ലാവരും എൻ്റെ അനിയന്മാരായിരുന്നേ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. അതുവരെ ബൈ.